ISROയുടെ PSLV C-62 വിക്ഷേപണം പരാജയം. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അന്വേഷ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങളെ വഹിച്ച PSLV C-62വിന്റെ മൂന്നാം ഘട്ടത്തിലാണ് സാങ്കേതിക പിഴവുണ്ടായത്. 2025 മെയിലെ PSLV വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു. S139 motor and both strap-ons ignite. Here's the pillar of Lift fire off normal. meets the canvas of P2 blue. tracking. PSLV C-62 P2 clearing tracking. the umbilical P4 tower, a tracking. majestic lift off. നോർമൽ ആൻഡ് മജസ്റ്റിക് ലിഫ്റ്റ് ഓഫ്. പതിവ് പോലെ കിറുകൃത്യമായ ആദ്യഘട്ടങ്ങൾ. PSLVയുടെ വിജയക്കുതിപ്പ് വീണ്ടും എന്ന പ്രതീക്ഷ വാനോളമുയർന്ന നിമിഷങ്ങൾ. എന്നാൽ മൂന്നാം ഘട്ടത്തിന് ശേഷം പുതിയ വിവരങ്ങൾ ISRO നൽകാതെ വന്നതോടെ ദൗത്യത്തിൽ അനിശ്ചിതത്വം. ഒടുവിൽ മൂന്നാം ഘട്ടത്തിൽ പിഴവുണ്ടായെന്ന വിവരം ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ തന്നെ അറിയിച്ചു. PSLVയുടെ ചരിത്രത്തിലെ ആദ്യ തുടർ പരാജയം, അതും ഒരേ ഘട്ടത്തിൽ സംഭവിക്കുന്ന പിഴവ്. End of the third stage, we are seeing little more disturbance in the vehicle roll rates, and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. അതിർത്തി നിരീക്ഷണം, ദേശസുരക്ഷ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച അന്വേഷ എന്ന ഭൗമനിരീക്ഷണ ഉപഗ്രഹമായിരുന്നു റോക്കറ്റിലെ പ്രധാന പേലോഡ്. ഒപ്പം 6 വിദേശ രാജ്യങ്ങളുടെ ഉൾപ്പെടെ 15 ചെറു ഉപഗ്രഹങ്ങളും. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പേലോഡുകളും ഇവയിൽ ഉൾപ്പെടുന്നു. വലിയ നിരാശയാണ് തുടർപരാജയത്തിലൂടെ ISROയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 18 നടത്തിയ PSLV വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു. അന്ന് രാജ്യത്തിന് നഷ്ടമായത് EOS-09 എന്ന തന്ത്രപ്രധാന ഭൗമനിരീക്ഷണ ഉപഗ്രഹമായിരുന്നു. അന്ന് സംഭവിച്ച സാങ്കേതിക പിഴവ് വിശദമായി പഠിക്കാൻ നിയോഗിച്ച ഫെയിലർ അനാലിസിസ് കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതേ സാങ്കേതിക പിഴവിൽ രണ്ടാമത്തെ വിക്ഷേപണ പരാജയം. 2026 തുടക്കത്തിൽ തന്നെ പുതിയ ദൗത്യം നടത്തി PSLVയെ വിജയവഴിയിൽ തിരികെ എത്തിക്കാനാണ് ISRO ശ്രമിച്ചത്. ചെറു ഇടത്തരം ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിന് ലോകത്തിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ റോക്കറ്റ് PSLV തന്നെയെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത്. എന്ത് പിഴവാണുണ്ടായത് എന്ന് വിശദമായി പഠിക്കുമെന്ന് ISRO ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രജിൻ സി കണ്ണൻ, സയൻസ് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.